സംഭവം നമ്മുടെ ഈ 4 പേരുടെ മരണത്തിനിടയ്ക്ക് കുസാറ്റ് ദുരന്തത്തിന് അതിന് ഒരു വർഷം തികയുകയാണ്. പ്രഹസനം എന്നോണം തന്നെ അന്വേഷണം നടന്നു എന്നല്ലാതെ ഇതുവരെയും കുറ്റക്കാർക്കെതിരെ കാര്യമായി നടപടിയെടുക്കാനൊന്നും ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. അപകടം നടന്ന് ഇങ്ങനെ ഒരു വർഷം പിന്നിടുമ്പോഴും ആൾക്കൂട്ട നിയന്ത്രണത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉറപ്പിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ റിപ്പോർട്ട് കാണാൻ സമയമൊക്കെ പോകുന്ന പോക്കല്ലേ. ഒരു വർഷമായിരിക്കുന്നു ആ ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ട്. 4 പേർ, നമ്മുടെ ഭാവി തലമുറയായ 4 പേർ ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടു പോയിട്ട്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കാണാം. അതോടുകൂടി നമ്മുടെ പ്രാതൽ വാർത്തകളുടെ സമയവും പൂർണ്ണമാവുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ന്യൂസ് മലയാളത്തോടൊപ്പം തുടരുക. നല്ലൊരു വാർത്താ ദിനം ആശംസിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് സൂപ്പർ ഫാസ്റ്റ് 100 കാണാം. ആതിരയെത്തും. നമസ്കാരം. കുസാറ്റിലെ ഈ ഓപ്പൺ എയർ വേദിക്ക് ഒരു ഇരുണ്ട ചരിത്രമാണുള്ളത്. 1990-ൽ സയൻസ് കോൺഗ്രസിനായി അന്നത്തെ പ്രധാനമന്ത്രി പി സിംഗ് പങ്കെടുക്കുന്ന ചടങ്ങിന് തൊട്ടു മുൻപ് ഈ വേദി ഇടിഞ്ഞു വീണത് വലിയ വിവാദങ്ങൾക്ക് ചർച്ചയായിരുന്നു. ഏറെക്കാലം കഴിഞ്ഞാണ് ഈ ഓപ്പൺ സ്റ്റേജ് കുസാറ്റ് പുതുക്കി പണിതത്. ഒരു വർഷം മുമ്പ് കുസാറ്റിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ദക്ഷിണ എന്ന പേരിൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ബോളിവുഡ് ഗായിക നികിത കാന്തിയുടെ സംഗീത പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ ഓഡിറ്റോറിയത്തിലേക്ക് ഇരച്ചെത്തിയ കുട്ടികളുടെ തിരക്ക് നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഓൾറെഡി ഇപ്പം വലിയ തിരക്കൊക്കെ വരുമ്പോൾ എനിക്ക് ആ ഒരു ഒരു പ്രശ്നമുണ്ട്. കാരണം വലിയ തിരക്കൊക്കെ ഞാൻ പോകാറില്ല. ഇപ്പം ചെറിയൊരു പേടിയുണ്ട്. കാരണം ഒരുപാട് തിരക്ക് വരുമ്പോൾ ഒരു മനസ്സായ ഒരു പേടിയാവും. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ അതുൽ തമ്പി, അൽറിഫ്ത റോയ്, സാറ തോമസ് എന്നിവരും പാലക്കാട് സ്വദേശി ആൽവിൻ ജോസഫിനുമാണ് അന്ന് ജീവൻ നഷ്ടമായത്. ആ ഭീകര ദിവസത്തിന്റെ നടുക്കം ഇപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഒരാളെ പുറത്താക്കുക, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പലിനെ പുറത്താക്കുക എന്നുള്ളതിനപ്പുറം ഈ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ആ വിദ്യാർത്ഥികൾക്ക് ഒരു ആദരവ് നൽകുന്ന രീതിയിൽ. ഇനിയിപ്പോൾ പരിക്ക് പറ്റിയവരുടെ കാര്യമാണെങ്കിൽ അവരെ അന്ന് ഹോസ്പിറ്റൽ ചിലവ് കൃത്യമായി യൂണിവേഴ്സിറ്റി നോക്കി. പക്ഷേ അത് കഴിഞ്ഞ് അവരുടെ മെൻ്റൽ ഹെൽത്ത് അന്ന് കുറച്ച് നാളങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു എന്നതല്ലാതെ അതിൻ്റെ അപ്പുറം അവരിലേക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കാനോ അല്ല അവരുടെ കോൺടാക്ട് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ യൂണിവേഴ്സിറ്റി തയ്യാറായില്ല. അതുപോലെ തന്നെ ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെ കാര്യം ബഡ്ജറ്റിലൊക്കെ ഇത് പുതുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ചർച്ചയ്ക്കുണ്ടെങ്കിലും ഈ വഴി പോലും അടച്ചിട്ടേക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിൽ ഇത് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അത് രണ്ടിലും യൂണിവേഴ്സിറ്റിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വലിയൊരു വീഴ്ച തന്നെയാണ് വന്നേക്കുന്നത്. അപകടം നടന്ന എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഓഡിറ്റോറിയം ഇപ്പോഴും ഒരു സ്മാരകമായി തന്നെ അടഞ്ഞു കിടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി സർക്കാർ നിർദ്ദേശപ്രകാരം തുറന്നുകൊടുക്കുകയല്ലാതെ മറ്റൊന്നിനും ഈ വേദി പിന്നീട് ഉപയോഗിച്ചിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, സർവകലാശാല സിൻഡിക്കേറ്റ്, പോലീസ് എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ അന്വേഷണമുണ്ടായി. പരസ്പരം പഴിചാരലും കൈമലത്തിലും മാത്രമാണ് അന്വേഷണത്തിനൊടുവിൽ കണ്ടത്. മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് സർക്കാർ 5 ലക്ഷം രൂപ വീതം നൽകി. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനോ കുറ്റക്കാരെ ശിക്ഷിക്കാനോ ഇതുവരെ അന്വേഷണം നടത്തിയവർക്കോ അതിന് ഉത്തരവ് നൽകിയവർക്കോ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവർ, ഭാവി കേരളത്തിന്റെ പ്രതീക്ഷ ആകേണ്ടിയിരുന്നവർ, അങ്ങനെയുള്ള വിലപ്പെട്ട 4 ജീവനുകളാണ് അന്ന് ഈ ദുരന്തത്തിൽ നഷ്ടമായത്. അപകടങ്ങളുടെ കണക്ക് പട്ടികയിൽ വെറുതെ അടയാളപ്പെടുത്തുകയല്ലാതെ ജാഗ്രത കുറവിന്റെയും തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സംഭവിച്ച പാളിച്ചകളുടെയും പാഠങ്ങൾ മനസ്സിലാക്കാൻ കൂടിയാകണം ഈ ഓർമ്മ ദിവസം. കുസാറ്റിൽ നിന്നും അരുൺ നമ്പ്യാർക്കൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.